മലയാള സിനിമയുടെ സ്ഥിരം പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായി രഞ്ജിത് ശങ്കർ ഒരുക്കിയ പാസഞ്ചർ ഹിറ്റാകുന്നു. പുതുമയാർന്ന പ്രമേയവും അവതരണത്തിലെ വ്യത്യസ്തതയുമാണ് ചിത്രത്തെ വേറിട്ടതാക്കുന്നത്. ദിലീപ്, ശ്രീനിവാസൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത്. മമതയാണ് ചിത്രത്തിലെ നായിക. ഇന്ന് വരെ ഞാൻ 9ാം ഉത്സവം കൂടാതിരുന്നിട്ടില്ല. ഒരിക്കലും എനിക്ക് അതിന്റെ പുതുമ നശിച്ചിട്ടില്ല. നാളെ നമ്മൾ ഒരുമിച്ച് ഗുരുവായൂർ പോവാന്ന് പറഞ്ഞിട്ട് അതും പൊളിഞ്ഞു. ഡ്രൈവറെ എനിക്കൊന്ന് വണ്ടി തട്ടിക്കൊണ്ട് പോണതേ ഇപ്പൊ ഒരു സ്ഥിരം ഏർപ്പാടാ. Give it to me. കൊല്ലാൻ പറഞ്ഞാ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ലൈവ് ആയാലും അല്ലെങ്കിലും തങ്കമ്മയ്ക്ക് പുല്ല. നിങ്ങൾ വിചാരിക്കണമല്ലോ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ കൊന്നാലും. ചിത്രത്തിന്റെ സംവിധായകൻ രഞ്ജിത് ശങ്കർ സകലകലയിൽ അതിഥിയാണ്. ശ്രീ രഞ്ജിത്ത്, സകലകലയിലേക്ക് സ്വാഗതം. താങ്ക് യു. പാട്ടില്ല, സ്റ്റണ്ടില്ല, എന്നിട്ടും ഒരു ക്ലീൻ എന്റർടൈനർ. സിനിമയുടെ സ്ഥിരം പാറ്റേണിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? അതായത് നമ്മൾ ഈ സിനിമയെ കൺസീവ് ചെയ്തിട്ടുള്ളത് ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ പാട്ടില്ല, സ്റ്റണ്ടില്ല എന്ന് പറയുന്നത് ഈ കഥയ്ക്ക് എന്താണ് ആവശ്യം, ഇതിനെ ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് ഈ സിനിമയെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എന്താണ് ആവശ്യം, അതാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഈ തിരക്കഥയിൽ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒരു പാട്ടിനോ സ്റ്റണ്ടിനോ ഉള്ള സ്പേസ് ഇല്ലായിരുന്നു. അതായിരുന്നു സത്യം. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അതിൽ കുത്തിത്തിരുകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും മുഴച്ചു നിൽക്കും എന്നാണ് ഇപ്പോൾ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എല്ലാം ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, അതിനുള്ളൊരു സ്പേസ് ഈ സിനിമയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. ദിലീപിന്റെ സ്ഥിര ഇമേജിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഇമേജാണ് ഈ ചിത്രത്തിൽ. ആദ്യ ചിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് എങ്ങനെ തയ്യാറായി? അതായത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഏതൊരു നടനെയും, അത് എത്ര വലിയൊരു സൂപ്പർ താരമായാലും അവരെപ്പോഴും ഒരു പ്രൊജക്റ്റിലോട്ട് ആകർഷിക്കുന്നത് അതിന്റെ തിരക്കഥ തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരു പുതിയൊരാൾക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനോട് ഈ കഥ, എന്റെ മനസ്സിലുള്ള ഈ തിരക്കഥ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അദ്ദേഹം അതിൽ കൺവിൻസ്ഡ് ആയതിനു ശേഷം ഇത് ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവരെല്ലാവരും അന്വേഷിക്കുന്നത് നല്ലൊരു തിരക്കഥയും നല്ലൊരു വേഷവും തന്നെയാണ്. ശ്രീനിവാസന്റെ ഒരു റോൾ എന്തായിരുന്നു ചിത്രത്തില്? ശ്രീനിവാസൻ ഇതിൽ സത്യനാഥൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ് അവതരിപ്പിക്കുന്നത്. സത്യനാഥൻ ഇരിങ്ങാലക്കുടയിൽ കിടത്തുള്ള ഔട്ടത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എറണാകുളത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ദിവസേന ഇരിങ്ങാലക്കുടയിൽ നിന്ന് അതിനടുത്തുള്ള നെല്ലായി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി എറണാകുളം വരെ യാത്ര ചെയ്ത് തിരിച്ച് അതേ ട്രെയിനിൽ തിരിച്ചു പോയി ജീവിക്കുന്ന വളരെ റുട്ടീനായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ എങ്കിൽ തന്നെയും അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ട്, ഒരു കാഴ്ചപ്പാടുകളുണ്ട്, ചുറ്റുമുള്ള വാർത്തകളെ കുറിച്ചിട്ടുള്ള ധാരണയുണ്ട്. അയാൾക്ക് നല്ലൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അയാളുടെയും ദിലീപ് അവതരിപ്പിക്കുന്ന നന്ദൻ മേനോൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെയും രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധമില്ല. അവർ രണ്ടുപേരും കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. തികച്ചും അപരിചിതരായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ ഒരു ദിവസം എങ്ങനെ കണ്ടുമുട്ടുന്നതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു, അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നു എന്നൊക്കെയാണ് പാസഞ്ചർ അന്വേഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നായികയുടെ കഥാപാത്രത്തെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? അതായത് ഇതിൽ മമത അവതരിപ്പിക്കുന്ന അനുരാധനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ദിലീപും ശ്രീനിവാസന്റെയും കഥാപാത്രത്തിനോളം തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ബാലൻസിങ് ആക്ടിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ തിരക്കഥയിൽ സ്വാഭാവികമായിട്ട് വേണ്ട രീതിയിലുള്ള പ്രാധാന്യമാണ് എല്ലാ കഥാപാത്രങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ട്രെയിനിൽ വെച്ച് നടന്ന ചിത്രീകരണത്തിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ ചുരുക്കത്തിൽ? നമ്മൾ 5 ദിവസമാണ് ട്രെയിനിൽ ഷൂട്ട് ചെയ്തത്. അത് ട്രെയിൻ നമ്മൾ പ്രധാനമായും ഷൂട്ട് ചെയ്ത് ഷൊർണൂർ, ഗുരുവായൂർ, വല്ലപ്പുഴ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ ആ ട്രെയിൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ നമുക്ക് എഫക്റ്റീവ്ലി ഷൂട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ദിവസത്തിൽ 3-4 മണിക്കൂറായിരിക്കും. കാരണം നമുക്ക് അവരുടെ ട്രാവലിംഗ് ഇല്ലാത്തൊരു സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ ഷൂട്ടിംഗ് ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ ക്യാമറാമാനായ പി സുകുമാർ എന്ന് പറയുന്ന സുകുവേട്ടന്റെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് ഇത്രയും സമയം കൊണ്ട് ആ ട്രെയിൻ സീക്വൻസ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിച്ചത്. ഒരു IT പ്രൊഫഷണലിന്റെ ജോലിയാണോ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ ജോലിയാണോ ഏറ്റവും വെല്ലുവിളി? വെല്ലുവിളി സംവിധായകന്റെ ജോലി തന്നെയാണ്. കാരണം അതിന് ഒരുപാട് വ്യക്തികൾ ഒരു സിനിമയിൽ ഉൾക്കൊള്ളുന്ന ടെക്നീഷ്യൻസ്, അതിന് നടീനടന്മാർ, അതിലുള്ള മറ്റ് സാങ്കേതിക പ്രവർത്തകർ, അതിനുശേഷമുള്ളതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ, പലരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതിനുശേഷം ഇപ്പോൾ ഇതുപോലെ സംഭവിക്കുന്ന നിങ്ങളോടുമായിട്ടുള്ള ഇന്ററാക്ഷൻ. അപ്പോൾ അതിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് സിനിമയുടെ വളരെ വലുതാണ്, അതിന്റെ ഒരു ഇമ്പാക്റ്റും വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് മേഖലകൾ തന്നെയാണ്. ഈ കണ്ടുപഠിച്ച സിനിമയിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? സിനിമ സംവിധായകന്റെ കലയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് സിനിമ തീർച്ചയായിട്ടും ഒരു ടീം വർക്കാണ്. ഒരുപാട് വ്യക്തികൾ ഒന്നുചേർന്ന് അവരുടെ എല്ലാം കഠിനമായിട്ടുള്ള കൂട്ടായ പ്രയത്നത്തിലൂടെ തന്നെയാണ് സിനിമ ഉണ്ടാവുന്നത്. എങ്കിൽ തന്നെയും ആ ഒരു സിനിമ ഉണ്ടാവേണ്ടത് ഒരു വ്യക്തിയുടെ കൺവിക്ഷനിൽ നിന്നാണ് സിനിമ ഉണ്ടാവേണ്ടത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ വ്യക്തി സംവിധായകനായിരിക്കണം, അത് നടനോ മറ്റാരെങ്കിലും ആയിരിക്കരുത്. അങ്ങനെ ആവുമ്പോൾ ആ സംവിധായകൻ വിശ്വസിക്കുന്ന സിനിമകളുണ്ടാവും. ആ സിനിമകൾ എങ്ങനെയുള്ളതാണെന്നുള്ളത് ആ സംവിധായകന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ചിരിക്കും. അപ്പോൾ മലയാള സിനിമയിൽ ഇനിയും സജീവമാകാൻ തന്നെയാണോ രഞ്ജിത്തിന്റെ പദ്ധതി? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ പാസഞ്ചർ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 20 ദിവസമാവുന്നു. ഇതുവരെ കിട്ടിയിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് വളരെ പോസിറ്റീവാണ്, വളരെ എൻകറേജിംഗ് ആണ്. ഇപ്പോഴത്തെ ശ്രമം പാസഞ്ചറിനെ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ ഓഡിയൻസിലോട്ട് മുഴുവനായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ളൊരു സമയം ആയിട്ടില്ല. വളരെ നന്ദി രഞ്ജിത്ത്.